ആലുവയിൽ കെട്ടിടം തകർന്നു വീണ അപകടം. കോൺക്രീറ്റ് പാളികൾക്കിടയിൽ കുടുങ്ങിയ 10 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ആരുടെ സ്വകാര്യ കമ്പനിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ അപകടമുണ്ടായെന്നാണ് അറിയുന്നത്. പ്രിൻസ് പോളിമേഴ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ പുതിയ വാർക്ക നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ബീം മറിഞ്ഞ് വീണ് തൊഴിലാളികൾ അതിൻ്റെ അടിയിൽ പെട്ടുപോയി. 10 പേരുണ്ടായിരുന്നു ഇതിൻ്റെ വർക്കേഴ്സ്. 3 പേര് റെഡിമിക്സിൻ്റെയും ബാക്കി 6 പേര് കോൺട്രാക്ടറുടെ പണിക്കാരാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും പുറത്തെടുത്ത് 4 പേർക്ക് പരിക്കുണ്ട്. ചെറിയ പരിക്കുകളുണ്ട്. അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ബാക്കി 6 പേര് ഇപ്പം നിലവിലുണ്ട്. ഇതാണിപ്പോൾ നിലവിൽ സംഭവിച്ചതാണ്. അപ്പോൾ തന്നെ ഫയർഫോഴ്സും പിന്നെ ആംബുലൻസും കാര്യങ്ങളൊക്കെ വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് നാട്ടുകാരെല്ലാവരും കൂടി എല്ലാ രക്ഷാപ്രവർത്തനവും നടത്തി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇവര് വാർക്കയുടെ മുകളിൽ നിന്ന് ഇടിഞ്ഞ് ചാടുന്ന സമയത്ത് ഭാഗികമായിട്ടൊക്കെ അടിയിൽ പോയത്, പൂർണ്ണമായിട്ടും പോയില്ല, ഭാഗികമായിട്ടാണ് പോയത്. അതുകൊണ്ട് നമുക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ എളുപ്പമുണ്ടായിരുന്നു. 2 മലയാളീസ് ഉണ്ട്. അതിനകത്ത് ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, ഹോസ്പിറ്റലാണ്. ബാക്കി ഒരാൾ ഇവിടെ ഉണ്ട്. ലിഡിയ ജേക്കബ് ചേരുന്നു. ലിഡിയ, ഇത് എവിടെയാണ്, എപ്പോഴാണ് സംഭവം, എങ്ങനെ അപകടമുണ്ടായി, പരിക്കേറ്റവരുടെ നില എന്താണ്? ധനിയ, ആലുവ എടത്തലയിലാണ് അപകടമുണ്ടായത്. പ്രിൻസ് പോളിമേഴ്സ് എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത്. ഈ കോൺക്രീറ്റ് തട്ട് വാർക്കുന്നതിനിടയിൽ അത് തകർന്നു വീഴുകയായിരുന്നു. മൊത്തം 10 ജോലിക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 6 പേർ ഈ കോൺക്രീറ്റ് തട്ടിനടിയിൽ കുടുങ്ങുകയായിരുന്നു. ഇതിന് വീണ ഈ തട്ടിനടിയിൽ കുടുങ്ങുകയായിരുന്നു. പെട്ടെന്ന് തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി. ആദ്യഘട്ടത്തിൽ 4 പേരെ ആദ്യം രക്ഷിച്ചു. പിന്നീട് 2 പേരെ കൂടി രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചു. നിലവിൽ 4 പേരാണ് ആശുപത്രിയിലുള്ളത്. രാജഗിരി സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഇവരെ കൊണ്ടുപോയത്. ഇവരുടെ നില ഗുരുതരമല്ല. എല്ലാവർക്കും നിസ്സാര പരിക്കുകൾ മാത്രമാണുള്ളത്. കൈക്കും കാലിനുമൊക്കെ ഒടിവും ചതവുകളുമാണ് നിലവിൽ ഉള്ളത്. എല്ലാവരും തന്നെ ആശുപത്രിയിൽ ചികിത്സയിലാണ്.